17 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യാം. 17 ഇഞ്ച് നമ്മൾ എവിടെയാണ് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അടയാളപ്പെടുത്തുക. ഇനി അതുപോലെ ആ സൈഡിൽ നിന്ന് വലിയൊരുക്കാണ് 2.5 ഇഞ്ച്, ഞാനിതൊരു 2 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. 2 ഇഞ്ചും അതേപോലെ അത്ര തന്നെ അവിടെ നിന്ന് 4.25 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് വെക്കുക. വലിയൊരു യൂണിഫോമിനൊക്കെ അടിക്കണമെങ്കിൽ 5 ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു അളവെടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം ഒരു മുക്കാലല്ല ഒരു 4 ഇഞ്ച് ആ സൈഡിലേക്കും ഒരു 4 ഇഞ്ച് അടിയിക്കും, അതായത് മുകൾക്കും അടിയിക്കും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് ആക്കിയിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. 4 ഇഞ്ച്, അതായത് ടോട്ടൽ മൊത്തം അതൊരു 3/4 ഇഞ്ചോളം മതിയാവും. ഇനി ആ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് കൂടെ നമ്മൾ ഇതേപോലെ ആ ബോക്സ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ യൂണിഫോമൊക്കെ കോട്ടൊക്കെ പോയിട്ട് കോട്ടും ടോപ്പും കൂടെ ഒന്നിച്ചിട്ട് ഇതുപോലെയാണല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു യൂണിഫോമിന് ചെയ്ത് കൊടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ചെയ്തു തരാമെന്ന് വിചാരിച്ച് കാണിച്ചത്. ഇനി ഇതേപോലെ എൻ്റെ സെൻറ്ററിൽ ഇതേപോലെ നമ്മൾ കട്ടിട്ട് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് എൻഡിങ് വശത്തെത്തുമ്പോൾ ഒരു 4 ഇഞ്ച് വ്യത്യാസം ഇട്ട് ഇതേപോലെ അങ്ങോട്ടൊരു കോണായിട്ട് ഇങ്ങോട്ടും കോണായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ചിൽ തട്ടാത്ത രൂപത്തിൽ വേണം കട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിനെ ആ പീസിനെ നമ്മൾ നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഉണ്ടാവും. മറിച്ചിട്ട് കൊടുത്താൽ ആ കോണൊക്കെ നമുക്ക് വൃത്തിക്ക് വെട്ടി കൊടുത്താൽ ആ 4 വശം നല്ല നീറ്റായിട്ട് കിട്ടും ചെയ്യും. ഇനി അതിൻ്റെ മേലെ നമ്മളൊരു പതിച്ചടിയും കൂടെ കൊടുക്കുക.